സഭയ്ക്ക് വേറെ പ്രബോധനമുണ്ട്, പരിശുദ്ധ അമ്മയ്ക്ക് സ്ഥാനമുണ്ട്. അതില്ലാത്ത സഭ ബൈബിളിന്റെ സഭയല്ല. കാരണം യേശു ജനിച്ചപ്പം ആദ്യം കണ്ടത് ലൂക്ക 2 മാതാവിന്റെ മുഖം. യേശു മരിച്ചപ്പം അവസാനം ലൂക്ക 23 കണ്ടത് മാതാവിന്റെ മുഖം. അപ്പോസ്തലപ്രവൃത്തി 1:15 യേശുവിനെ സ്വർഗ്ഗാരോഹണത്തിന് ശേഷം സഭയെ നയിച്ചത് പരിശുദ്ധ അമ്മ. ഒരഡ്രസ് ഇല്ലാത്ത കുറ്റി പറഞ്ഞവന്മാര് മാതാവിനെ പരിഹസിച്ച് സഭയെ പരിഹസിക്കുമ്പോൾ നമ്മൾ റിയാക്ട്. യേശുവിൻ്റെ അമ്മയായ മറിയത്തിന് ദൈവവചനമായ ബൈബിൾ നൽകുന്ന സ്ഥാനപ്പേര് കർത്താവിൻ്റെ ദാസി എന്നാണ്. അല്ലാതെ ദൈവമാതാവ് എന്നോ പരിശുദ്ധ അമ്മ എന്നോ നിത്യകന്യകയെന്നോ ഒന്നുമല്ല. ഇതെല്ലാം മനുഷ്യൻ കൊടുത്ത ചില സ്ഥാനപ്പേരുകളാണ്. മറിയം യേശുവിൻ്റെ മാനുഷികതയുടെ അമ്മയാണെങ്കിലും ദൈവികതയുടെ അമ്മയല്ല. യേശുവിൻ്റെ മാനുഷികതയ്ക്ക് പിതാവില്ല, യേശുവിൻ്റെ ദൈവികതയ്ക്ക് മാതാവില്ല. അതിനാൽ ദൈവമാതാവ് എന്ന സങ്കല്പം തികച്ചും തെറ്റാണ്, വചനവിരുദ്ധമാണ്, അപകടമാണ്. ബൈബിളിലെ യഥാർത്ഥ മറിയം സ്തുതികൾ ആഗ്രഹിച്ച് സ്വീകരിക്കുകയോ തനിക്ക് ലഭിച്ച ഭാഗ്യത്തിൽ അഹങ്കരിക്കുകയോ ചെയ്ത വ്യക്തിയല്ല. കർത്താവിൻ്റെ ദാസിയാകാനുള്ള വിളിയും ദൗത്യവുമായിരുന്നു മറിയത്തിന് ലഭിച്ചത്. അതിൽ മറിയം സംതൃപ്തയായിരുന്നു. കർത്താവിൻ്റെ ദാസി എന്നതിനേക്കാൾ ഉയർന്ന സ്ഥാനമൊന്നും മറിയം ആഗ്രഹിച്ചിട്ടില്ല. അതിനാൽ അത്തരം സ്ഥാനങ്ങൾ മറിയത്തിന് കൊടുക്കാതിരിക്കുന്നതാണ് സത്യസന്ധതയും മാന്യതയും സുരക്ഷിതവും. അതുപോലെ തന്നെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരും ദൈവവചനപ്രകാരം കർത്താവിൻ്റെ ദാസർ എന്നാണ് അറിയപ്പെടേണ്ടതും വിളിക്കപ്പെടേണ്ടതും. വചനവിരുദ്ധമായ സ്ഥാനപ്പേരുകൾ സ്വീകരിക്കുന്നതും കൊടുക്കുന്നതും വിളിക്കുന്നതും എല്ലാം തിന്മയാണ്. അത് സ്വയം ഉയർത്തുന്നതിനും അഹങ്കാരത്തിനും സാത്താനിക സ്വാധീനം വളരുന്നതിനും മാത്രമേ ഉപകരിക്കൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.